ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കപ്പഴമാണ്. പഞ്ചാര ചേർത്തിട്ട് ചക്കപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് എടുക്കാം നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയ ചക്കയാണ്. അപ്പോൾ മിക്സി ജാറിൽ നമുക്ക് കുറച്ച് പഞ്ചാര ഒഴിച്ചിട്ട്, പഞ്ചാര ചേർത്തിട്ടാണ് ഞാൻ മിക്സിയിൽ അടിക്കുന്നത്. നന്നായിട്ട് വെള്ളം ചേർക്കാതെ ആവശ്യത്തിന് പഞ്ചാര ചേർക്കും. ഞാൻ 4 സ്പൂണ് പഞ്ചാര ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാൻ നമുക്ക് അടിച്ചിട്ടെടുക്കാം. ഞാൻ വെള്ളം ചേർക്കാൻ അടിച്ചിട്ടെടുക്കാം. ഇങ്ങനെ ടിക്കായി നമുക്ക് കിട്ടണം. ഇനി ഇതിലേക്ക് മൈദ ചേർത്തിട്ട് കുഴച്ചിട്ടെടുക്കാം. ആവശ്യത്തിന് മൈദ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് എണ്ണയിൽ പൊരിച്ചിട്ടെടുക്കാം. ഞാനൊരു 5 കയ്യിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 5 സ്പൂണ്, വലിയ സ്പൂണിൽ 5 സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് കുഴച്ചിട്ടെടുക്കാം. വെള്ളം ചേർക്കാതെ കുഴച്ചിട്ടെടുക്കണം. ഇത് ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ കുഴച്ചിട്ടെടുക്കാം. വേണമെങ്കിൽ നല്ലോണം ടിക്കായി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കുഴച്ചിട്ടെടുത്ത് നമുക്ക് എണ്ണയിൽ പൊരിച്ചിട്ടെടുക്കാം. ഇത് കുറച്ച് കട്ടിയായി, ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി വെള്ളം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചിട്ടെടുക്കാം. ചക്കപ്പം മഴക്കാലത്ത് ചക്കപ്പം തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ സ്പൂൺ വെച്ച് നമുക്ക് ചെറിയ ചെറിയ ഉരുളലാക്കിയിട്ട് പൊരിച്ചിട്ടെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ പൊരിച്ചിട്ടെടുക്കണം. വലിയ ഫ്ലെയിമിലാകുമ്പോൾക്ക് ഹൈ ഫ്ലെയിമിലാകുമ്പോൾക്ക് നല്ലോണം പെട്ടെന്ന് കരിഞ്ഞിട്ട് കിട്ടുന്നു. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ പൊരിച്ചിട്ടെടുക്കാം. നമ്മൾ ടേസ്റ്റിയായ നല്ലൊരു പഞ്ചാര ചേർത്ത് ഞാൻ ചക്കപ്പഴം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കും. പഞ്ചാര ചേർത്തിട്ട് മഴക്കാലത്ത് ചക്കപ്പം തിന്നാൻ നല്ല രസമാണ്. വൈകുന്നേരം കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയായ ചക്കപ്പം ഞാൻ ഉണ്ടാക്കിയതാണ്.